ഹലോ ഗൈസ്, നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാകും. ഉള്ളൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ ഒരു ഒരു 1 hour ഗെയിമിംഗ് ഒക്കെ നിങ്ങൾ ഇത് ചെയ്യുന്നെങ്കിൽ ഒരു പോയിന്റിലെത്തും ഈ സാധനം ഹീറ്റ് ആവുന്നു, ത്രോട്ടിലാവുന്നു, നമുക്ക് ഫ്രെയിം ഡ്രോപ്സ് ഉണ്ടാവും, അങ്ങനെ പല സാധനം. ഓക്കെ, സ്മാർട്ട് ഫോൺ കൂളിംഗ് ഡിവൈസ് ആണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വേഗം വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ബാക്ക് ടെക് വ്ളോഗ്. ഓക്കെ, ഇത് മേക്ക് ചെയ്യാൻ കുറച്ച് കമ്പോണൻസിൻ്റെ ആവശ്യമുണ്ട്. ഒരു DC ഫാൻ, പിന്നെ സർക്യൂട്ടിലോട്ട് പവർ എത്തിക്കാൻ കുറച്ച് വയറും, പിന്നെ ഹീറ്റ് റിമൂവ് ചെയ്യാൻ ഹീറ്റ് സിങ്കും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം മൊബൈൽ ഹോൾഡർ ചെയ്യാൻ ഒരു മൊബൈൽ ഹോൾഡറും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു DC പവർ ജാക്ക്, പിന്നെ ഒരു സ്വിച്ചാണ് വേണ്ടത്. പിന്നെ മെയിനായിട്ട് നമുക്ക് പെൽറ്റിയർ ആണ് വേണ്ടത്. ഇതാണ് മൊബൈൽ കൂളിങ്ങിന് യൂസ് ചെയ്യുന്നത്. ആദ്യമായി ഹീറ്റ് സിങ്ക് പെൽറ്റിയറിൻ്റെ വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മൊബൈൽ ഹോൾഡറിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സ് നമുക്ക് ആവശ്യമില്ല, അത് വേണ്ട അളവിന് നമ്മൾ മേക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഹോൾഡറിലെ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സ് PVC പൈപ്പ് ഉപയോഗിച്ചാണ് മേക്ക് ചെയ്യുന്നത്. അത് ഹീറ്റാക്കി നിവർത്തി വേണ്ട രൂപത്തിൽ കട്ട് ചെയ്താണ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആദ്യം കട്ട് ചെയ്ത് വെച്ച ഹീറ്റ് സിങ്കാണ് അതിൻ്റെ സെൻറ്ററിൽ സെറ്റ് ചെയ്യുന്നത്. പെൽറ്റിയർ സെറ്റ് ചെയ്യാനും PVC പൈപ്പ് ഉപയോഗിച്ച് ഒരു പാർട്ടും കൂടി മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ 3 പാർട്ടും ഒട്ടിച്ച് നമ്മൾ പെയിൻ്റ് അടിച്ച് എടുക്കുന്നുണ്ട്. ഓക്കെ, പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പെൽറ്റിയർ സെറ്റ് ചെയ്യുന്നുണ്ട്. പെൽറ്റിയറിന് 2 സൈഡാണുള്ളത്. ഒരു സൈഡ് തണുപ്പും ഒരു സൈഡ് ചൂടുമാണ് ഉള്ളത്. അതായത് ഈ ചൂടുള്ള ഭാഗമാണ് ഹീറ്റ് സിങ്കിലോട്ട് വെക്കേണ്ടത്, തണുപ്പുള്ള സൈഡാണ് മൊബൈലിലോട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഈ പെൽറ്റിയർ വെക്കുന്നതിന് മുൻപ് നമ്മൾ ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് പെൽറ്റിയറിലുള്ള ചൂട് ഹീറ്റ് സിങ്കിലോട്ട് പെട്ടെന്ന് പോകാനാണ് ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള കമ്പോണൻസ് എല്ലാം ഇതിലോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫാന്, DC പവർ ജാക്ക്, സ്വിച്ച്, ഇതെല്ലാം ഇതിലോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലൊരു ചേഞ്ച് ഉണ്ട്. ഈ ചെറിയ ഫാൻ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ഇനി വലിയ ഫാനാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് പെൽറ്റിയറിലുള്ള ഹീറ്റ് ചെറിയ ഫാൻ വലിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ വലിയ ഫാനാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ മേക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിങ്ങിൽ പെൽറ്റിയർ മേലെ വെള്ളം ക്രിയേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
ഓക്കെ, ഇതിൻ്റെ കണക്ഷനിൽ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പെൽറ്റിയറിന് മാത്രമേ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുള്ളൂ, ഫാനിന് സ്വിച്ച് ഇല്ല. അതായത് ഈ പെൽറ്റിയറിന് ഒരു സൈഡ് കൂളിങ്ങും മറ്റേ സൈഡ് ഹീറ്റും ആണുള്ളത്. അതായത് നമ്മൾ ഒറ്റയടിക്ക് മൊത്തമായിട്ടൊരു സ്വിച്ച് കണക്ട് ചെയ്തു, അത് ഒറ്റയടിക്ക് നമ്മൾ ഓഫാക്കി അതിലോട്ടുള്ള പവർ സപ്ലൈ മൊത്തം നിൽക്കും. അതായത് അപ്പം ഈ പെൽറ്റിയറിൻ്റെ ഹീറ്റുള്ള ഭാഗം മൊത്തമായിട്ട് ചൂട് പോയിട്ടില്ലെങ്കിൽ ആ ഹീറ്റ് മൊബൈലിലോട്ട് വീണ്ടും തിരിച്ച് കയറും. അതുകൊണ്ടാണ് നമ്മൾ ഫാനിന് സ്വിച്ച് കൊടുക്കാണ്ട് പെൽറ്റിയറിന് മാത്രം സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് DC പവർ സപ്ലൈ കണക്ട് ചെയ്താൽ അപ്പോൾ തന്നെ ഈ ഫാൻ ഓണാകും. പിന്നെ നമുക്ക് കൂളിങ് വേണമെങ്കിൽ പെൽറ്റിയറിൻ്റെ സ്വിച്ച് ഓണാക്കാം. അതായത് നമ്മൾ കുറേ നേരം കൂളിങ് ചെയ്യരുത്. അതായത് ആ ഏരിയ മാത്രം നല്ല രീതിക്ക് കൂളായിട്ട് ഫോണിൻ്റെ ഉള്ളിലോട്ട് കയറിക്കാണ്ട് വേറെ വല്ലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം കൂൾ ചെയ്യുക, പിന്നെ ഓഫാക്കുക. അപ്പോൾ ആ ഓഫാക്കുമ്പോൾ ഫാൻ ഓഫായിട്ടുണ്ടാവില്ല, പെൽറ്റിയർ മാത്രമേ ഓഫായിട്ടുണ്ടാവുള്ളൂ. അതായത് പെൽറ്റിയറിൻ്റെ ഹീറ്റ് പോകാനും വേണ്ടി നമ്മൾ ഫാൻ വീണ്ടും റൺ ചെയ്യിപ്പിക്കണം. അപ്പോൾ കുറച്ച് നേരം കൊണ്ട് ഫാൻ റൺ ചെയ്തതിൻ്റെ ശേഷം മൊത്തമായിട്ട് ഓഫാക്കുക. ഓക്കെ, ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. ഓക്കെ, നമ്മുടെ ഗിവ് അവേയിൽ സെലക്ട് ആയത് ഈ കമൻ്റാണ്. ഈ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, ബൈ.